നമസ്കാരം, ഞാൻ ഡോക്ടർ രഘുവീർ പ്രഭു, ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഹിമറ്റോളജിസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ 15ഓളം ക്ലോട്ടിംഗ് ഫാക്ടറുകൾ ഉള്ളതിൽ ഫാക്ടർ 8 അല്ലെങ്കിൽ ഫാക്ടർ 9 ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഇതൊരു ജനറ്റിക രോഗമാണ്. ആൺകുട്ടികൾ രോഗികളും പെൺകുട്ടികൾ രോഗവാഹകരുമാണ്. അതായത് നമ്മൾ കാരിയേഴ്സ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹീമോഫീലിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കുട്ടികൾ ഒരു 9 മാസമൊക്കെ പ്രായമാകുമ്പോൾ, അതായത് എഴയാൻ തുടങ്ങുമ്പോൾ ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് പലപ്പോഴും ഇതിൻ്റെ ആദ്യ രോഗലക്ഷണമായി കാണുന്നത്. അതായത് ജോയിൻറ്റിൽ ബ്ലീഡിംഗ് കാരണം ജോയിൻറ്റിലുള്ള വീക്കം, നല്ല വേദനയായിരിക്കും, കരച്ചിലായിരിക്കും, പിന്നെ അവിടെ ചുവന്ന് കാണാം, ജോയിൻറ്റിന് മുകളിലൊക്കെ ചുവന്ന് കാണാം. നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു ചൂട് അനുഭവപ്പെടും. സാധാരണ കാൽമുട്ടിലോ അല്ലെങ്കിൽ കൈമുട്ടിലോ അല്ലെങ്കിൽ കണ്ണങ്കാലിലോ ഒക്കെ ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ ജോയിൻറ്റിലുള്ള ബ്ലീഡിങ് ചിലപ്പോൾ മാസം തോറും ഉണ്ടാകാം, ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ ആഴ്ച തോറും ഉണ്ടാകാം. നല്ല രീതിയിൽ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ നിരന്തരം ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകാം. ബ്ലീഡിങ് ഉണ്ടായിട്ട് അവരൊരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ജോയിൻറ്റ് ഡാമേജായി ഒരു ക്രിപ്പിൾഡ് അവസ്ഥയിലേക്ക് മാറാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇത് ക്രോണിക് ഹീമോഫിലിക് ആർത്രോപ്പതി. അപ്പോൾ ജോയിൻറ്റിലുള്ള രക്തസ്രാവമാണ് ഹീമോഫീലിയയിലെ ഒരു പ്രധാന ലക്ഷണം. വേറെ ഒരു ലക്ഷണം നമ്മൾ കാണുന്നത് വായിലും മോണയിലും കൂടി ഉണ്ടാകുന്ന നിൽക്കാതെയുള്ള ബ്ലീഡിംഗ് ആണ്. അതായത് 1-2 ദിവസമായിട്ടും വായിൽ നിന്നുള്ള ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവരുടെ ഹീമോഗ്ലോബിൻ കുറയുന്നു, 5-6 ഒക്കെ ആയി കുറയുന്നു. അപ്പം ഇങ്ങനെ കുട്ടികൾ കാണുമ്പോഴും നമ്മളത് ഹീമോഫീലിയയുടെ ഒരു ലക്ഷണമായിരിക്കാമെന്ന് മനസ്സിലാക്കണം. പിന്നെ ചിലപ്പോൾ കാണുന്നതാണ് ആന്തരിക രക്തസ്രാവം. അതായത് തലച്ചോറിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാം. തലച്ചോറിൽ ബ്ലീഡിങ് വരുമ്പോൾ നല്ല തലവേദനയായിരിക്കും, ഛർദി ആയിരിക്കാം, പിന്നെ മെല്ലെ അബോധാവസ്ഥയിലേക്ക് നീങ്ങാം. പിന്നെ ചിലപ്പോൾ ആമാശയത്തിലും കുടലിലും ഒക്കെ രക്തസ്രാവം കണ്ടേക്കാം. അപ്പോൾ മലം കറുത്ത നിറത്തിലായിരിക്കും, ചിലപ്പോൾ മലത്തിൽ കൂടെ ചോര വരും. ഇതൊക്കെ കാണുമ്പോൾ ഹീമോഫീലിയ ആണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഹീമോഫീലിയയുടെ രോഗനിർണയം നടക്കുന്നത്? നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ് APTT. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ ഉള്ള സമയം എത്ര എടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് ഇത്. APTT പലപ്പോഴും പ്രൊലോങ്ഡ് ആയിരിക്കും, അതായത് രക്തം കട്ടയാവുന്നില്ല, APTTയുടെ വാല്യൂ ഡീറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് ഹീമോഫീലിയ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഫാക്ടർ അസേ ചെയ്യും. ഫാക്ടർ 8 അല്ലെങ്കിൽ ഫാക്ടർ 9, അതായത് ഫാക്ടർ 8 രോഗിക്ക് കുറവുള്ളതെങ്കിൽ ഹീമോഫീലിയ A എന്നും, ഫാക്ടർ 9 ആണ് രോഗിക്ക് കുറവുള്ളതെങ്കിൽ ഹീമോഫീലിയ B എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രോഗിക്കുള്ള ഫാക്ടറിൻ്റെ അളവ് പ്രകാരം ഇത് സിവിയർ ആണ്, മോഡറേറ്റ് ആണോ, മൈൽഡ് ആണോ, അതായത് 3ആയി ഗ്രേഡ് ചെയ്യുന്നു: സിവിയർ, മോഡറേറ്റ്, മൈൽഡ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രോഗലക്ഷണങ്ങളൊക്കെ സിവിയർ അല്ലെങ്കിൽ മോഡറേറ്റ് ഹീമോഫീലിയ ഉള്ള കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. മൈൽഡ് ഹീമോഫീലിയ ഉള്ള ആൾക്ക് പ്രത്യക്ഷത്തിലൊരു ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് നിൽക്കാതെയുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോഴൊക്കെ ആയിരിക്കും ഒരു രോഗി മൈൽഡ് ഹീമോഫീലിയ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ഇല്ലാത്ത ഫാക്ടർ, അതായത് ഹീമോഫീലിയ A രോഗി ഫാക്ടർ 8 ഇല്ലെങ്കിൽ ഫാക്ടർ 8 കോൺസെൻട്രേറ്റ് ഞരമ്പിക്കൂടെ കുത്തിവെക്കുക എന്നുള്ളതാണ്. ഹീമോഫീലിയ B രോഗിക്ക് ഫാക്ടർ 9 ഇഞ്ചക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലീഡിങ് വരാതിരിക്കാൻ ആഴ്ചയിൽ 2-3 തവണ റെഗുലറായിട്ട് ഫാക്ടർ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്ന രീതിയാണ് പ്രൊഫൈലാക്റ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കുട്ടിക്ക് ഒരു 9-10 മാസം ഉള്ളപ്പോൾ ഹീമോഫീലിയ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ ഫാക്ടർ 8 ഇഞ്ചക്ഷൻ ആഴ്ചയിൽ 2 തവണ റെഗുലറായി വെക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് പിന്നീടുള്ള ജോയിൻറ്റ് ബ്ലീഡുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള
ജോയിൻറ്റ് ആർത്രോപ്പത്തിയൊക്കെ നമുക്ക് ഒഴിവാക്കാം.